ഈ ഒരു ടൈമിൽ ആലപ്പുഴക്കാരോട് ഈ ലൈറ്റ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റും. അതെ, ഞാനും ചെറുപ്പിന് പോയപ്പോഴാണ് വാങ്ങിയത്. ഇത് നമുക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ? വേറെ ഒന്നും വേണ്ട. ആര്യക്കുട്ടിയുടെ ഈ കുഞ്ഞു വളയും കുറച്ച് സ്റ്റിക്കും ഇതേപോലെ ഒരു ഗ്ലൂ ഗണ്ണും മാത്രം മതി. കുഞ്ഞിലേ മുതലുള്ള വളകളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എന്തോ എനിക്കത് കളയാൻ തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രാഫ്റ്റിന് പോലും ഞാൻ യൂസ് ചെയ്യുന്നത്. ബൈ ദ വേ, ചിറപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി ആധികാരികമായി പറഞ്ഞു തരാൻ എനിക്കും അറിയില്ല. എങ്കിലും എനിക്ക് അറിയാവുന്നത് ഞാൻ പറയാം. ആലപ്പുഴ ടൗണിന്റെ സെന്ററിൽ തന്നെയുള്ള ഒരു അമ്പലത്തിലെ ഉത്സവമാണ് ചെറപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അമ്പലത്തിന്റെ ഉത്സവമാണെന്ന് പല ആളുകൾക്കും അറിയില്ല. ചെറപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കാഴ്ചകൾ നടന്നു കാണാനും കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കാനും ഉള്ളതാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇതുവരെ ചെറുപ്പം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നൈറ്റ് പോയാൽ അത്രയും സൂപ്പർ ആയിരിക്കും. ഇനി നമ്മുടെ ക്രാഫ്റ്റ്, ഇത് ചുറ്റിനും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തൊരു കൂടാരം പോലെ ആക്കി എടുക്കുക. മുകളിലത്തെ വൃത്തികേട് മാറാൻ വേണ്ടി ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഒരു ചെറിയ ബോയും കൂടെ വെച്ച് കൊടുക്കുക. കഴിഞ്ഞു. ഇനി നമ്മുടെ ലൈറ്റ് എടുക്കുക, ഇതങ്ങോട്ട് പൊക്കി അതിനടിയിലേക്ക് വെച്ച് കൊടുക്കുക. കഴിഞ്ഞു. നമ്മുടെ ടേബിളിൽ വെക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലാമ്പ്. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ കാണാൻ. വേറൊരു വൈബ് തന്നെയാണ്. കോർക്ക് ലൈറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതും ഇതേപോലെ ഒന്നിച്ച് ഒരു കെട്ടാക്കി ചുറ്റിയെടുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഒന്നും മറക്കണ്ട. ഈ ഒരു വൈബിൽ ഇങ്ങനെ കാണുമ്പോൾ ഒച്ച വെച്ച് അട്ടഹസിച്ച് വർത്തമാനം പറയാൻ എനിക്ക് തോന്നുന്നതേയില്ല. ഇതിപ്പോൾ സുഖമായ ദിവനാണ്. ഈ ഒരു ലൈറ്റിൽ കിടന്നുറങ്ങാൻ സുഖമല്ലേ? ബായ്.